എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ടിഫിൻ സാമ്പാറാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1/2 കപ്പ് തോരപ്പരിപ്പ് എടുത്ത് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇതിനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കൊരു ചീൻചട്ടിയിൽ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 സവാള നീളത്തിലരിഞ്ഞത് ചേർക്കാം. ഇനി ആ സവാളയൊന്ന് കളർ മാറുന്നവരെ ആക്കണം. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുമ്പോൾ അതിലേക്ക് 2 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം. തക്കാളി ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ വളരെ പെട്ടെന്നത് വെന്ത് കിട്ടുമല്ലോ. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സാമ്പാർ. നമുക്ക് ഇഡ്ഡലിക്ക്, ദോശയ്ക്ക് തന്നെയല്ല, ചോറിനാണെങ്കിൽ ഇത് നല്ലതാണ്. ഒഴിച്ചു കൂട്ടാനായിട്ട് ഉപയോഗിക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ അല്പം ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്തിട്ടുണ്ട്. തേങ്ങ ചേർത്ത് അധികം വഴറ്റേണ്ട, ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. ഇത്രയേ ഉള്ളൂ. തണുക്കാനായിട്ട് വയ്ക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് കണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് വേവണം. ഇനി ഈ പരിപ്പിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി മിക്സ് ചേർത്ത് കൊടുക്കാം. വെള്ളം നമുക്ക് എത്ര വേണമോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലിക്കൊക്കെ സാധാരണ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം അധികമായാലും കുഴപ്പമില്ലല്ലോ. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് തേങ്ങയും പരിപ്പും ഒക്കെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത് കുറഞ്ഞ് കുറുകി കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഒരു 1/4
ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കഷ്ണമൊന്നുമില്ലെങ്കിലും നല്ല രുചികരമായൊരു സാമ്പാറാണിത്. അപ്പം നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം മല്ലിയില കൂടെ തൂവിക്കൊടുക്കാം. മല്ലിയിലയൊക്കെ ചേർത്ത് ഒന്ന് തിളച്ചൊന്ന് ഒരല്പം ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കിയെടുക്കാം. അതിനുശേഷം കടുക് വറുക്കാനായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുക്, മുളക്, കരിവേപ്പില ഒക്കെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ ഒരു ടിഫിൻ സാമ്പാർ. അല്പം കായം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. വളരെ സ്വാദിഷ്ടമായ സാമ്പാർ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഹൈപ്പ് ചെയ്യണം. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.